ലുത്തിനിയ പ്രാർത്ഥനയിൽ വളരെ വേഗത്തിൽ നമ്മൾ പറഞ്ഞു പോകുന്നൊരു വാക്കുണ്ട്, വാഗ്ദാനത്തിൻ്റെ പേടകമേ. മേരിയുടെ ഒരു ദിവസത്തിൽ ആ വാഗ്ദാനത്തിൻ്റെ പേടകം എന്തെന്ന് നമുക്കൊന്ന് ഓർമ്മിച്ചെടുത്താൽ നല്ലതായിരിക്കും. അതിൽ തന്നെ മേരിക്കുള്ളൊരു നമസ്കാരമായി മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമുക്കറിയാം അതിൻ്റെ പശ്ചാത്തലം ഇങ്ങനെ സ്വർണം കൊണ്ട് പൊതിഞ്ഞതും ഏറ്റവും അഴകുള്ളതുമൊക്കെ ആയിട്ട് സങ്കല്പിക്കപ്പെട്ട ഒന്നാണ് ഈ വാഗ്ദാനത്തിൻ്റെ പേടകം. മേരി അത്ര അഴകുള്ളൊരു സ്ത്രീയാണെന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. ഒരു കൈക്കുഞ്ഞിനെയൊക്കെ എടുത്ത് പല ദേശങ്ങളിലും ഇങ്ങനെ അലഞ്ഞു നടന്നിരുന്നൊരു സ്ത്രീ എന്ന നിലയിലാണ് സുവിശേഷം അവളെ ആദ്യം അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് ഓടിപ്പോവുകയാണ്. എന്നിട്ട് ചിത്രകാരന്മാർ ഏറ്റവും ഭംഗിയായിട്ട് മേരിയെ വരക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് അവരുടെ കയ്യിൽ വേറൊരു ടൂളില്ല. ഇത്രയും ഉള്ളിൻ്റെ ഉള്ളിൽ ആദരവും സ്നേഹമൊക്കെ വരുമ്പോൾ അവർക്ക് അവരുടെ വർണ്ണങ്ങളിൽ അത് ചാലിച്ചെടുത്തേ പറ്റൂ. നമുക്ക് പരിചയമുള്ള ഒരു ചിത്രവും മേരിയുമായിട്ട് കറസ്പോണ്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അതിനും ഒരുപക്ഷെ എന്താണ് മേരി എന്നൊക്കെ നിങ്ങൾക്ക് പിടുത്തം കിട്ടണമെങ്കിൽ ഇതിനടുത്തുള്ള ചില നഗരങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ട്രാഫിക് ലൈറ്റിന് വേണ്ടി കാത്തു കിടക്കുന്ന നേരമുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്ന മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഇങ്ങനെ ചമ്പൻ മുടിയിഴകളൊക്കെ ആയിട്ട് വരുന്ന കൈക്കുഞ്ഞിനൊക്കത്തുള്ള ഒരു അമ്മയെ ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ മേരി നിങ്ങൾക്ക് പിടുത്തം കിട്ടും. അപ്പോൾ ഇങ്ങനെ കാര്യമായിട്ടിങ്ങനെ അഴകൊന്നും ഇങ്ങനെ ഭാവനയിൽ നിന്ന് കൽപ്പിച്ചു കൊടുക്കല്ലാതെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് അവളെ വരക്കാനായിട്ട് ഒരുപക്ഷെ ആദ്യ കാലം തൊട്ട് തന്നെ മനുഷ്യർ ശ്രദ്ധിച്ചിരുന്നു. ഇവരുടെ ചില പഴക്കമുള്ള പടങ്ങൾ ലൂക്കാ സുവിശേഷൻ വരച്ചാണെന്നുള്ള പാരമ്പര്യങ്ങൾ പോലുമുണ്ട്. അതിൽ തന്നെ ചരിത്രപരമായിട്ട് വസ്തുതാണോ ഇല്ലെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ അഴകെന്ന് പറയുന്നത് എന്താ വാസ്തവത്തിൽ? അഴകെന്ന് പറയുന്നത് ഈ കാണുന്ന അപ്പിയറൻസ് അല്ല. ചെറുപ്പത്തിൽ ഞങ്ങൾ വായിച്ചിട്ടുള്ളൊരു റഷ്യൻ സ്റ്റോറി ഉണ്ട്. ഇങ്ങനെ ഒരു കുഞ്ഞിനെ പരമ്പത്ത് തണലിൽ ഉറക്കിക്കിടത്തിയിട്ട് അമ്മ കൊയ്യാനായിട്ട് പോവുകയാണ്. കുഞ്ഞെട്ടി എണീക്കുമ്പോഴേക്കും കുഞ്ഞിനെ അമ്മ എവിടെ പോയെന്നൊരു പിടുത്തമില്ല. അങ്ങനെ പാടം നിറയെ മനുഷ്യർ വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുഞ്ഞിങ്ങനെ പേടിച്ചു പോവുകയാണ്. അപ്പോൾ കുഞ്ഞിങ്ങനെ അമ്മയ്ക്ക് വേണ്ടി കരയുമ്പോഴേക്കും നാട്ടുകാർ ചോദിക്കുന്നുണ്ട്, നിൻ്റെ അമ്മയുടെ പേരെന്താണ്? കുട്ടിക്ക് അമ്മയുടെ പേരറിയില്ല. കാരണം കുട്ടി അമ്മയെന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അമ്മ എങ്ങനെ നിനക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ അതിനകത്ത് കുട്ടി കോൺഫിഡൻസ് ഉണ്ട്. കുട്ടി പറഞ്ഞു, ഇങ്ങനെ ഭയങ്കര സുന്ദരിയാണ് എൻ്റെ അമ്മ. പിന്നെ ദേശക്കാർ സുന്ദരിയായൊരു സ്ത്രീക്ക് വേണ്ടി ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് നിരക്കാത്ത എന്ന് തോന്നിക്കുന്ന ഒരു സ്ത്രീ ഈ വരമ്പത്തോട് ഓടി വന്നിട്ട് കുട്ടിയെ ചുംബിക്കുക. അതാണ് ഏറ്റവും അഴകുള്ള സ്ത്രീ. അപ്പം അതിനകത്ത് കഥയൊന്നുമില്ല. ഈ അപ്പിയറൻസ് അല്ല നമ്മുടെ ഉള്ളിൽ അഴകായിട്ട് കിടക്കുന്നത്. ആ അർത്ഥത്തിൽ ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും അഴകുള്ളൊരു സ്ത്രീ എന്ന് തന്നെ വേണമെങ്കിൽ മേരിയെ കരുതാവുന്നേ ഉള്ളൂ. കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കണക്കാണെങ്കിൽ നമ്മൾ ഒരു പൂപ്പാത്രം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ചെറിയ പ്രായത്തിലൊക്കെ ഞങ്ങളിങ്ങനെ ബൾബൊക്കെ അതിൻ്റെ മൂടടിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ അതിനകത്ത് വെള്ളം നിറച്ചിങ്ങനെ ഇലകളൊക്കെ വെക്കുമായിരുന്നു. ചിലപ്പോൾ ഇങ്ങനെ ചളുങ്ങിയ ഒരു പൗഡർ ടിന്നിൽ വെച്ചിട്ടുണ്ട്, വക്ക് പൊട്ടിയ ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പൂ വെക്കുന്ന നിമിഷം തൊട്ട് ഈ പറഞ്ഞ ചളുങ്ങിയ പൗഡർ ടിന്നും വക്ക് പൊട്ടിയ ഗ്ലാസും ഈ പറഞ്ഞ ബൾബും ഒക്കെ ഇങ്ങനെ പൂപ്പാത്രമായിട്ട് മാറുന്നുണ്ട്. ഉള്ളിലൊരു പൂവുണ്ടായിരിക്കുക എന്നുള്ള പ്രധാനം. ഉള്ളിലെ അനുഭൂതിയുടെ പേരാണ് അഴകെന്ന് പറയുന്നത്. അപ്പോൾ ആ അഴക് വളരെയേറെ ഉണ്ടെന്ന് മനുഷ്യർ മാത്രമല്ല സ്വർഗം കൂടി സാക്ഷ്യപ്പെടുത്തിയൊരു സ്ത്രീയുടെ പേരാണ് മേരി. സ്വർഗമാണ് അവളോട് പറയുന്നത് ഫുൾ ഓഫ് ഗ്രേസ്, ഇവിടം വരെ കൃപ നിറഞ്ഞവളെന്നാണ് പറയുന്നത്. അത് മനുഷ്യ കൊടുത്ത സാക്ഷ്യമല്ല. അപ്പോൾ അത്രയും അഴകുള്ള ഒന്നായിട്ട് തന്നെ എന്നുള്ളതാണ് ഒന്നാമത്തെ സൂചന. വാഗ്ദാനത്തിൻ്റെ പേടകം ഏറ്റവും അലങ്കരിച്ചതും ഏറ്റവും അഴകുള്ളതുമായ ഒന്ന്. ഇനി എന്താണ് അതിനകത്ത് വെച്ചിരുന്ന മൂന്ന് കാര്യങ്ങളാണ് അതിനകത്ത് ഇങ്ങനെ പാരമ്പര്യത്തിൽ നമ്മൾ പറയുന്നതനുസരിച്ചിട്ട് ഒന്നിങ്ങനെ ആദ്യത്തെ ശിലാപാളികളാണ്, കൽപ്പനകളിൽ ശിലാപാളികൾ 2 പാളിയാണ്.
അത് ദൈവം തന്നെ വെള്ളമുകൊണ്ട് എഴുതി കൊടുത്തെന്നൊക്കെയാണ് നമ്മളുടെ ഒരു വിശ്വാസം. അപ്പം അതൊന്നുള്ളതാണ് ടാബ്ലറ്റ്സ്. 2, ഇങ്ങനെ മഞ്ഞ തീരാറാകുമ്പോൾ ആകാശത്ത് നിന്ന് മഞ്ഞ പൊഴിക്കുന്ന കാലം ഇനി വരില്ല എന്നൊക്കെ ഉറപ്പ് വരുമ്പോഴേക്കും അവസാന ദിവസം മഞ്ഞ വീഴുമ്പോഴേക്കും ഒരു ഇത്തിരി അളവ് മഞ്ഞ മാറ്റി വെക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ മഞ്ഞ അതിനകത്തുണ്ട്. നോർമൽ കോഴ്സിൽ മഞ്ഞ ഒരു ദിവസത്തിനപ്പുറത്തേക്ക് ഇരിക്കുന്നില്ല, പക്ഷേ ഈ മഞ്ഞ ഇരുന്നൊക്കെയാണ്. മൂന്നാമതായിട്ട് ഇങ്ങനെ അഹറോൻ്റെ ഒരു ദണ്ടുണ്ട്, പൂവിട്ട വടിയുണ്ട്. ഇത് 3 വാസ്തവത്തിൽ യേശുവിലേക്കുള്ള സൂചനയാണ്. പുതിയ കൽപ്പനയുടെ പേരാണ് യേശു, പുതിയ മന്നയുടെ പേരാണ് യേശു. അഹ്റോൻ്റെ പൂവിട്ട വടി എന്നൊക്കെ പറയുന്നത് പുരോഹിതൻ്റെ ഒരു പ്രതീകമായിട്ടാണ് എടുക്കുന്നത്. അഹ്റോൻ പുരോഹിതൻ നിലയിലാണ് നമ്മൾ പരിഗണിക്കുന്നത്. പുരോഹിതൻ എന്ന് പറയുമ്പോൾ നമുക്ക് പരിചയമുള്ളൊരു രീതിയിലെ സങ്കല്പങ്ങളിലെ ആ വാക്കുമായിട്ടല്ല, കുറച്ചുകൂടി ഇങ്ങനെ ബ്രിഡ്ജ് മേക്കർ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലാണ് ആ വാക്ക് വരുന്നത്. ഏകമധ്യസ്ഥൻ എന്നൊക്കെ പറയുന്ന സംഭവമാണ്, ഇങ്ങനെ പാലം പണിയുന്നയാൾ. അപ്പോൾ യേശുവിനെ കണക്ക് ഒരാൾക്ക് ഇങ്ങനെ ഉള്ളിൽ ഇടം കൊടുത്തത് കൊണ്ടാണ് മേരി ഇങ്ങനെ വാഗ്ദാനത്തിൻ്റെ പേടകമായിട്ട് മാറുന്നത്. വെറുതെ ഈ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യം ഇതാണ്, നമുക്ക് നമ്മുടെ അമ്മമാരുമായിട്ടൊന്ന് കണക്ട് കഴിഞ്ഞാൽ മേരിയുമായിട്ട് കണക്ട് ആവും. തിരിച്ച് മേരിയായിട്ട് കണക്ട് ചെയ്താലും അമ്മയെ ഓർമ്മിക്കാതിരിക്കാനായിട്ട് വഴിയില്ല. അങ്ങനെയെങ്കിൽ ജീവിച്ചിരിക്കുകയും കടന്നു പോവുകയും ചെയ്യുന്ന നമ്മുടെ എല്ലാ അമ്മമാരെ ഓർത്തിട്ട് വെറുതെ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ നല്ലതാണ്. നിങ്ങളുടെ അമ്മയുടെ ഉദരവും വാഗ്ദാനത്തിൻ്റെ പേടകമാകും. എപ്പോഴാണ്? നിങ്ങളിൽ നിന്ന് യേശുവിനെ കണക്കൊരു മകൻ/മകൾ രൂപപ്പെടുമ്പോഴാണ്. അത് അൾട്ടിമേറ്റ്. യേശുവിനെ കണക്കുള്ള മക്കൾ രൂപപ്പെടുമ്പോഴാണ് എല്ലാ പാവമ്മമാരുടെയും ഉദരങ്ങൾ ഇങ്ങനെ വാഗ്ദാനത്തിൻ്റെ പേടകമായിട്ട് മാറുന്നത്. ഈ വാഗ്ദാനത്തിൻ്റെ പേടകത്തിന് എന്ത് സംഭവിച്ചു? അതുകൂടി പറഞ്ഞ് നമുക്ക് ഈ ഒരു വിചാരം അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. യേശുവിൻ്റെ കാലത്ത് ഈ വാഗ്ദാനത്തിൻ്റെ പേടകമില്ല. അതിങ്ങനെ മിസ്സിങ്ങാണ്. ദേശത്തിന് മീതെ വലിയൊരു ആക്രമണം വരുന്നു എന്നറിയുമ്പോഴേക്കും പള്ളി തകർക്കുമെന്നും വിശുദ്ധ വസ്തുക്കൾ ഡെസക്രേറ്റ് ചെയ്യുമെന്നും ഒക്കെ പേടിച്ചിട്ട് ഭക്തരായ മനുഷ്യർ അതിനകത്ത് ഏറ്റവും പവിത്രമായെന്ന് കരുതുന്ന ഈ വാഗ്ദാനത്തിൻ്റെ പേടകത്തെ എവിടെ ഒളിപ്പിച്ചു വെച്ചു? ദേശം തകർന്നു, ഒരു അന്യദേശങ്ങളിൽ ഇങ്ങനെ അടിമകളായിട്ട് അവരെ കൊണ്ടുപോയി. പിന്നീട് തിരിച്ചു വന്നിട്ട് ഈ പള്ളിയും നഗരമൊക്കെ പുതുക്കി പണിയാനായിട്ട് തുടങ്ങുമ്പോൾ, എല്ലാം ഇങ്ങനെ ആരംഭിച്ചു തുടങ്ങുമ്പോൾ വലിയൊരു ദുഃഖത്തോടെ അവർ മനസ്സിലാക്കി ഈ വാഗ്ദാനത്തിൻ്റെ പേടകം ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും ഭംഗിയായിട്ട് ഒളിപ്പിച്ചതുകൊണ്ട് എവിടെയാണ് വെച്ചെന്നുള്ള കാര്യം വിട്ടുപോയി. അപ്പോൾ വലിയ ദുഃഖം അവർക്ക്. നമ്മുടെ പള്ളിയിൽ രാവിലെ നിങ്ങൾ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ സക്രാരി കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നാവുന്നൊരു ദുഃഖത്തിൻ്റെ 10,000 കൊണ്ട് ഗുണിച്ചാലും യഹൂദൻ്റെ ദുഃഖം മനസ്സിലാവത്തില്ല. കാരണം നിങ്ങളുടെ പള്ളിയിൽ ആ സക്രാരി കണ്ടില്ലെങ്കിൽ തൊട്ടടുത്തുള്ളൊരു കോൺവെൻറ്റ് ചാപ്പലിലുണ്ട്. ഒരു ചെറിയൊരു ഏരിയത്തിന് എന്തുമാത്രം ചാപ്പലുകളും പള്ളികളൊക്കെ ഉണ്ട്. റിപ്ലിക്കുണ്ട്. എന്നാൽ വാഗ്ദാനത്തിൻ്റെ പേടകത്തിന് ഈ പറഞ്ഞ റിപ്ലിക്കയില്ല. സോ വലിയ ദുഃഖം അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ അന്വേഷണത്തിലാണ്, എവിടെയായിരിക്കും ഈ വാഗ്ദാനത്തിൻ്റെ പേടകം. ഈ വാഗ്ദാനത്തിൻ്റെ പേടകത്തെ കണ്ടെത്തുന്നത് പാത്മോസിൽ വെച്ച് യോഹന്നാന് വെളിപാട് കിട്ടുമ്പോഴാണ്. അയാൾ ഈ വാഗ്ദാനത്തിൻ്റെ പേടകം കണ്ടു. സ്വർഗം തുറക്കപ്പെട്ടു. ഇങ്ങനെ വലിയ കൽമഴകളും ഭൂകമ്പവും ഇടിമിന്നലും ഒക്കെ ഉണ്ടായി. അതിൻ്റെ ഒടുവിലായിട്ട് ഇങ്ങനെ വലിയൊരു കാഴ്ച കിട്ടുകയാണ്. അവിടെ സ്വർഗീയ ജെറുസലമിൽ ഈ വാഗ്ദാനത്തിൻ്റെ പേടകമുണ്ട്. യോഹന്നാൻ്റെ വെളിപാട് പുസ്തകത്തിലെ 11-ാം അധ്യായത്തിലെ അവസാനത്തെ വരി അതാണ്. ഇങ്ങനെ വാഗ്ദാനത്തിൻ്റെ പേടകം കണ്ടു. മനുഷ്യരിൽ നിന്ന് മറഞ്ഞിരുന്ന ആ വാഗ്ദാനത്തിൻ്റെ പേടകം സ്വർഗീയ ജെറുസലമിലുണ്ടെന്നുള്ളതാണ് ആ ഒരു വായനയുടെ അർത്ഥം. അധ്യായങ്ങളിങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന രീതി തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല. അങ്ങനെയെങ്കിൽ അവസാനത്തെ വരിയെ 12-ാമത്തെ വരിയുടെ ആദ്യ വരിയുമായിട്ട് കൂട്ടിച്ചേർക്കാവുന്നേ ഉള്ളൂ. സ്വർഗത്തിൽ ഞാനൊരു സ്ത്രീയെ കണ്ടു, ചന്ദ്രൻ അവളുടെ പാദപീഠം, സൂര്യനെ വസ്ത്രമായി ധരിച്ചൊരു സ്ത്രീ. ഒരു കാര്യം നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം, ഇത് ആരംഭത്തിൽ ഒരു മരിയൻ പ്രതീകമല്ല. ഇതിങ്ങനെ കഠിന ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന സഭയുടെ പ്രതീകമായിട്ട് തന്നെയാണ്. നല്ല ഏതാണ്ട് ഒരു 3-ാം നൂറ്റാണ്ടോളം, 3 നൂറ്റാണ്ടുകൾക്കുള്ളിൽ തന്നെ വലിയ അളവിൽ ഇങ്ങനെ മരിയൻ ഡിവോഷൻ പ്രധാനപ്പെട്ടതായിട്ട് മാറുകയും ഒരു യേശുബോധത്തിന് മേരി എന്ന് പറയുന്നൊരു കാറ്റലിസ്റ്റ് ആവശ്യമാണെന്നൊക്കെ മനുഷ്യർക്ക് വെളിപ്പെട്ട് കിട്ടുകയും ചെയ്ത കാലം തൊട്ട് ഇതിങ്ങനെ ഒരു മരിയൻ പ്രതീകമായിട്ടാണ് തന്നെ കരുതുന്നത്. അങ്ങനെയെങ്കിൽ നമ്മളിൽ നിന്ന് മറഞ്ഞ ആ വാഗ്ദാനത്തിൻ്റെ പേടകം ഇങ്ങനെ സ്വർഗീയ ജെറുസലേം കൊണ്ടുള്ള ധൈര്യത്തിലാണ് ഇന്നത്തെ നമ്മുടെ തിരുനാൾ. എല്ലാവർക്കും
തിരുനാൾ മംഗളങ്ങൾ. ആമേൻ.